ഇടുക്കി പൂപ്പാറ കുടിയിറക്ക് നടപടിയിൽ പങ്കില്ലെന്ന് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത്. ജില്ലാ ഭരണകൂടമാണ് നടപടിയെടുത്തത്. കുടിയിറക്കപ്പെട്ട 15 കുടുംബങ്ങൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 മാസത്തിനുള്ളിൽ പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകും. 6 മാസത്തിനുള്ളിൽ അർഹരായ എല്ലാ കുടുംബങ്ങളുടെയും പുനരധിവാസം പൂർത്തിയാക്കുമെന്നും പഞ്ചായത്ത് അറിയിച്ചു. പൂപ്പാറയിൽ നടന്ന കുടിയിറക്ക് നടപടികളിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് പങ്കില്ലെന്ന് ശാന്തൻപാറ ഗ്രാമപഞ്ചായത്ത്. കോടതി വിധി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം റവന്യൂ വകുപ്പാണ് നടപടികൾ സ്വീകരിച്ചതെന്ന് പഞ്ചായത്ത് അധികൃതർ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. റവന്യൂ വകുപ്പ് വഴിയാണ് അതിന്റെ തീരുമാനങ്ങളെല്ലാം മുൻകൈയെടുത്ത് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. 7-ാം തീയതി ജില്ലാ കളക്ടർ നേരിട്ടെത്തി സബ് കളക്ടറും തഹസീൽദാരും ഉൾപ്പെടെ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് അതിന്റെ ചുമതല കൊണ്ട് ഏർപ്പെടുത്തി കൊടുത്ത് പൂപ്പാറയിലെത്തി ഈ വിഷയം അവരുടെ ഒരു ഓപ്പറേഷൻ അവർ നടപ്പിലാക്കുകയായിരുന്നു. ഞങ്ങൾക്കറിയാൻ സാധിച്ചിട്ടുള്ളത് 6-ാം തീയതി മാത്രമാണ്. പൂപ്പാറയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കുന്ന കാര്യം ജില്ലാ ഭരണകൂടം പഞ്ചായത്ത് ഭരണസമിതിയെ മുൻകൂട്ടി അറിയിച്ചിരുന്നില്ല. ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ ആവശ്യമായ സമയം പോലും നൽകാതെയാണ് റവന്യൂ വകുപ്പ് നടപടികളുമായി മുന്നോട്ട് പോയത്. ജില്ലാ കളക്ടറുടെ കർശന നിർദ്ദേശം പാലിക്കുക മാത്രമാണ് പഞ്ചായത്ത് സെക്രട്ടറി ചെയ്തതെന്നും ഭരണസമിതി വിശദീകരിച്ചു. ഹൈക്കോടതി വിധി പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് ജില്ലാ കളക്ടർക്ക് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിക്കൊണ്ട് ഫെബ്രുവരി മാസത്തിൽ ഇവിടെ താമസക്കാരായിട്ടുള്ള ആളുകൾ ഒഴിവാകണമെന്ന് പറഞ്ഞുകൊണ്ടൊരു നോട്ടീസ് കൊടുക്കുകയുണ്ടായി. കളക്ടറുടെ നിർദ്ദേശമായിരുന്നു അത്. 2 മാസത്തിന് ശേഷം വീണ്ടും ഈ ആളുകൾ ഒഴിവാകാൻ തയ്യാറാകാത്ത സാഹചര്യത്തിൽ 24 മണിക്കൂറിനുള്ളിൽ അവർ മാറി നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും കളക്ടർ പഞ്ചായത്ത് സെക്രട്ടറിയെ കൊണ്ടൊരു നോട്ടീസ് കൊടുപ്പിച്ചു. ഇത് രണ്ടും ദുരന്ത നിവാരണ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ളതാണ്. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഒരു തീരുമാനമെടുക്കുകയോ ഇവിടെ ആളുകളെ മാറ്റുന്നതിന് വേണ്ടി തീരുമാനിക്കുകയോ അങ്ങനെ ഒരു പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകുകയോ ചെയ്തിട്ടില്ല. കുടിയിറക്കപ്പെട്ട കുടുംബങ്ങളെ സംരക്ഷിക്കാനാവശ്യമായ എല്ലാ നടപടികളും പഞ്ചായത്ത് സ്വീകരിക്കും. കുടിയിറക്കപ്പെട്ട 15 കുടുംബങ്ങൾക്കും ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 6 മാസത്തിനുള്ളിൽ പുതിയ വീടുകൾ നിർമ്മിച്ചു നൽകും. വീട് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ വാടക വീടുകളിലേക്ക് മാറുന്ന കുടുംബങ്ങൾക്ക് പ്രതിമാസം 4000 രൂപ വീതം പഞ്ചായത്ത് വാടക നൽകും. തൽക്കാലത്തേക്ക് ആളുകളെ താമസിപ്പിക്കുന്നതിനായി HML കമ്പനിയോട് പാർപ്പിട സൗകര്യം ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 6 മാസത്തിനുള്ളിൽ ലക്ഷ്യം പൂർത്തിയാക്കും. ജനങ്ങളെ പെരുവഴിയിലാക്കുന്ന നിലപാട് പഞ്ചായത്തിനില്ലെന്നും 6 മാസത്തിനുള്ളിൽ അർഹരായ എല്ലാ കുടുംബങ്ങളുടെയും പുനരധിവാസം പൂർത്തിയാക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് വാർത്താസമ്മേളനത്തിൽ ഉറപ്പു നൽകി. ഇവരാരും വീടുകളില്ലാത്ത അവസ്ഥയിലാണെന്നും അതുകൊണ്ട് തന്നെ ജില്ലാ ഭരണകൂടം ജില്ലാ കളക്ടർ നേരിട്ട് സംസ്ഥാന ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഈ 15 കുടുംബങ്ങളെയും ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും ഇവർക്ക് മുൻഗണന നൽകിക്കൊണ്ട് 6 മാസത്തിനുള്ളിൽ ഈ 15 കുടുംബങ്ങൾക്ക് വീടും സ്ഥലവും നൽകിക്കൊണ്ട് ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടുന്ന പ്രാഥമികമായ എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുന്നതിന് വേണ്ടുന്ന നടപടികൾ മുൻപോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. റവന്യൂ വകുപ്പിന്റെ നടപടിയിൽ ജനങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ ഭരണസമിതി സജീവമായി രംഗത്തുണ്ടാകുമെന്നും ത്രിതല പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളും പറഞ്ഞു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.